ഇത് കോഴിക്കോട് കൽപ്പറ്റ ദേശീയപാത. ഇവിടെ നിന്നും ഇടതുവശത്തേക്ക് തിരിഞ്ഞു വെറും 850 മീറ്റർ സഞ്ചരിച്ചാൽ പൂക്കോട് തടാകത്തിലെത്താം. വൈത്തിരിക്കും ലക്കിടിക്കും ഇടയിലാണ് ഈ മനോഹരമായ തടാകം സ്ഥിതി ചെയ്യുന്നത്. കൽപ്പറ്റയിൽ നിന്ന് വെറും 15 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ ഈ കുളിരണിഞ്ഞ താഴ്വരയിൽ എത്തിച്ചേരാം. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. ഒരാൾക്ക് 40 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഇത് കുട്ടികളുടെ പാർക്ക്. നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോ പാർക്കിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പാർക്ക് മുഴുവനായിട്ട് ഉപയോഗിക്കാൻ അനുമതിയില്ല. എന്നാലും കുട്ടികളൊക്കെ ഇവിടെ കിട്ടിയ അവസരം മുതലാക്കുന്ന തിരക്കിലാണ്. ഇതാണ് പൂക്കോട് തടാകം. ഇവിടത്തെ പ്രധാന വിനോദം ഈ തടാകത്തിലൂടെയുള്ള പെഡൽ ബോട്ട്, റോ ബോട്ട് സവാരിയാണ്. നീല ആമ്പൽ പൂക്കളാൽ സമ്പന്നമായ ഈ തടാകം ജൈവവൈവിധ്യത്തിന്റെ വലിയൊരു ലോകം കൂടിയാണിത്. ലോകത്ത് മറ്റെവിടെയും കാണാത്ത പൂക്കോട് പരൽ എന്ന അപൂർവയിനം മത്സ്യങ്ങളുടെ ഏക ആവാസകേന്ദ്രം കൂടിയാണ് ഈ ജലാശയം. കാഴ്ചകൾക്കപ്പുറം ഒട്ടനവധി വിനോദങ്ങളും പൂക്കോട് കാത്തുവച്ചിട്ടുണ്ട്. തടാകത്തിനു ചുറ്റുമുള്ള മനോഹരമായ കാട്ടുപാതയിലൂടെയുള്ള നടത്തം വളരെ രസകരമാണ്. ഇവിടെ നിന്നും നമുക്ക് തടാകത്തിനു ചുറ്റും ഒന്ന് കറങ്ങി വരാം. വയനാടിന്റെ പച്ചപ്പാർന്ന മലനിരകൾക്കിടയിൽ കാലം പോലും നിശ്ചലമെന്ന് തോന്നിക്കുന്ന ഒരു മാന്ത്രിക ലോകമുണ്ട്. ആകാശക്കാഴ്ചയിൽ ഇന്ത്യയുടെ ഭൂപടത്തിന്റെ ആകൃതിയുള്ള പ്രകൃതിയൊരുക്കിയ അദ്ഭുതം ഇതാണ് പൂക്കോട് തടാകം. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ചെറിയ പ്രകൃതിദത്ത ശുദ്ധജല തടാകങ്ങളിലൊന്ന്. പച്ചപ്പു നിറഞ്ഞ കുന്നുകളാൽ ചുറ്റപ്പെട്ട സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 800 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട് തടാകം ഒരു കാഴ്ച മാത്രമല്ല, മനസ്സിൽ എന്നും ഒളിപ്പിച്ചു വെക്കാവുന്ന ഒരു ഓർമ്മച്ചപ്പാണ്. ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ യഥാർത്ഥ മരതകം. ഇവിടെയാണ് മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന ഫിഷ് സ്പാ. ഇവിടുത്തെ യാത്ര അവസാനിപ്പിക്കും മുൻപ് ഇവിടെയുള്ള ഹാൻഡിക്രാഫ്റ്റ് സ്റ്റാളുകളിൽ നിന്ന് വയനാടൻ സുഗന്ധവ്യഞ്ജനങ്ങളും കൈകൊണ്ട് നിർമ്മിച്ച മുള ഉൽപ്പന്നങ്ങളും സ്വന്തമാക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.